എല്ലാ ദിവസവും പോലെ ഒരു ദിവസം ഞാൻ ഗെയിം കളിക്കുകയായിരുന്നു. എല്ലാം വന്ന് ഭയങ്കരം വെടി 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 വെടി. വെടി മോനെ, ഇനി നിനക്ക് ജോലിക്ക് കയറായില്ല, മൂക്കി പല്ല് വന്നല്ലടാ. ഇനി വെറും 5 ദിവസമുള്ള നിന്റെ മറ്റേ ബർത്ത്ഡേക്ക് വേണ്ടിയാക്കി വീടിൻ്റെ പുറത്ത് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കണം. പോടാ. അയ്യോ, എന്നെ എന്തിനായിരിക്കും വീട്ടിൽ നിന്ന് പുറത്താക്കി? എന്തായാലും അതൊന്ന് ചോദിക്കണമല്ലോ, ഇത്രയൊക്കെ ആയ. അമ്മ അമ്മ എന്നെ എന്തിനാ വീടിൻ്റെ അകത്ത് നിന്ന് പുറത്താക്കാൻ കാരണമൊന്നുമില്ല. എങ്കിലും ഞാൻ അകത്ത് കയറി ചോദിച്ചിട്ട് തരാം. അമ്മേ, അമ്മ. എന്തത് മോനെ, 5 ദിവസമുള്ളൂടെ നിന്റെ ബർത്ത്ഡേക്ക്. നീ വീഡിയോ ഗെയിംസ് ഒക്കെ നിർത്തി വെച്ചിട്ട് നീ എങ്ങനെ പുറത്തു പോയി പണിയെടുത്ത് ജോലി ഉണ്ടാക്കണം? ഞാൻ നിന്നെയാണ് നിന്റെ ഇത് ഏൽപ്പിക്കുക. പിന്നെ അതുമില്ല, ഞാൻ നിന്നെ വിശ്വസിച്ച ഈ ജോലി ഏൽപ്പിക്കുന്നത്. വല്ല പിസാട്ടിലും പോകണം, അല്ലെങ്കിൽ നിന്നെ ഞാൻ പറഞ്ഞു തരാം. ഇപ്പം അമ്മ ഒന്നും പറയണ്ട, ഞാൻ പൊക്കോളാം. അപ്പോൾ ഗീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലുണ്ട്. സ്വാഗതം. ഇറ്റ്സ് മീ ബി ആൻഡ് വാച്ചിങ് ഓൺ വിജയകുമാർ കോബിൾസ്. അപ്പോൾ ഗീസ് നമ്മൾ എല്ലാ ദിവസത്തെയും പോലെ ഇന്ന് വീണ്ടും വന്നിങ്ങനെ അടുത്ത വീഡിയോയുടെ ഈ ഗെയിമിൻ്റെ പേര് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ശരി, എന്നാലും ഞാൻ കുറേ അറിയാത്തവർക്ക് പറഞ്ഞാൽ ഇതിൻ്റെ പേരാണ് വുഡി ലൈഫ്. അപ്പോൾ ഗീസ് ഇത് നമ്മുടെ നോബ് മാസ്റ്റർ അങ്ങനത്തെ എല്ലാ ഗെയിമേഴ്സും കളിച്ചുകൊണ്ട് തന്നെ ഞാനും കളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗീസ് അമ്മ പറഞ്ഞാൽ എല്ലാ ജോലിയും ചെയ്യാൻ. അതുകൊണ്ട് തന്നെ ഇവിടെ അടുത്ത് ഫയർ സ്റ്റേഷൻ അങ്ങനത്തെ എല്ലാം ഉണ്ട്. പിസ്സ ഡെലിവറി ഷോപ്പ് അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് പറ്റണ പണിയെന്ന് പറഞ്ഞാൽ വണ്ടി ഓടിക്കണതാണ്. അപ്പോൾ നമുക്ക് വണ്ടി തന്നെ ഓടിച്ചാലോ. ചേട്ടാ ലിഫ്റ്റ് അവളെന്താ കൊണ്ടുപോകാത്ത ബ്ലഡി ഫുൾ വണ്ടി നിർത്തിയിടത്തേണ്ടി. നമുക്കങ്ങനെ വണ്ടിയൊന്നുമില്ല. പക്ഷേ ഒരു വണ്ടിയും ഇല്ലല്ലോ, എന്ത് ചെയ്യാനാ? അങ്ങനെ നടന്നോ അമ്മ പറഞ്ഞ പോലെ. പക്ഷേ എനിക്കൊരു വണ്ടിയില്ല കേസ്. ഇവിടെ ഈ വീടൊക്കെ വിൽക്കാനുള്ളതാണ്. എന്നാലും ഞാൻ എന്നെങ്കിലും ഈ വീടൊക്കെ ഞാൻ വാങ്ങും. ഇവിടെ വാങ്ങേണ്ട ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ 1000 രൂപയ്ക്ക് വീടാ? സീനിട്ടാ. കേരളയിൽ വല്ലതും ആണെങ്കിൽ ആൾക്കാർ എപ്പോഴും വാങ്ങുന്നു. പക്ഷെ നമ്മുടെ $0 ഉള്ളൂ. അതൊന്നും വിഷയമില്ല. ഗൈസ് ഒരു പർപ്പിൾ വണ്ടി നമ്മുടെ ഫ്രീക്കിൻ്റെ വണ്ടിയായിരിക്കും. ഇതാ ഉരുട്ടി കളിക്കാൻ പറ്റണ അത്രേ ഉള്ളൂ. ഫ്രീക്കിൻ്റെ വണ്ടിയായിരിക്കും. അവന് ഇതൊക്കെ പറ്റുള്ളൂ ഗൈസ്. ഈ വണ്ടിയൊക്കെയാണ് അവൻ്റെ ഫേവറേറ്റ് വണ്ടി. എല്ലാ ഗെയിമിലും അവൻ ഇതായിരിക്കും ഉരുട്ടി കളിക്കണം. ഓക്കെ, അപ്പോൾ ഗൈസ് എല്ലാവരും ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിപ്പോൾ എന്നത്തെയും പോലെ അല്ല, ഇതിനൊരു ഞാനൊരുമാതിരി ഒരു റോൾ പ്ലേ ആണ് ഇടുന്നത്. ഗെയിം പോലത്തെ ഒരു ഗെയിമാണിത്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയാണ് ഇടുന്നത്. എല്ലാ ക്യാരക്ടേഴ്സിനും സൗണ്ട് ഇല്ലെങ്കിലും ഞാൻ സൗണ്ട് ഇട്ടൊക്കെ എടുക്കും. ഇതുമില്ലാതെ നമ്മളൊരു ഇതില്ല സ്റ്റോറി മോഡ് അങ്ങനെ ആയിരിക്കും ഇനി മുതൽ ഇടാൻ പോണേ. ടാക്സിയോ? മൈ ഗോഡ്, എനിക്ക് ടാക്സി ഓടിക്കണം. ഇറങ്ങി. ഇയാളെന്താ ഇതെന്താ ഫാമിലി ട്രിപ്പോ? നിന്നെക്കാട്ടി സ്പീഡ് ഉണ്ടോ എനിക്ക്? കണ്ട. ഇത് ഏതാ സ്ഥലം? ഇത് കൊള്ളാലോ, കുറേ വണ്ടി ഉണ്ടല്ലോ. വണ്ടി ഓടിക്കാനൊക്കെ പറ്റുമോ? പക്ഷേ ഞാൻ വിചാരിച്ച പൈസയൊക്കെ കൊടുത്ത് വാങ്ങണമെന്ന്. ഇവനെയൊക്കെ ഇന്നാളെ ചാവും. നമുക്ക് ഈ ഇഷ്യൂ എന്തായാലും കഴിഞ്ഞിട്ട് വരാം. അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഈ ഇഷ്യൂ ഒക്കെ കഴിഞ്ഞ് ഗൈസ് നമ്മളങ്ങനെ ബ്രിഡ്ജ് വഴിയൊക്കെ നല്ല സ്പീഡിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല സ്പീഡിൽ തന്നെ എവിടെയാണ് പിസ്സ എന്ന് പറഞ്ഞ് ഇവനെന്താ കളിക്കണേ? അവൻ രാവിലെ തന്നെ ഇതാണ്. ഇപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ പിസ്സ ഷോപ്പ് എത്തി. എന്താടാ ഇങ്ങോട്ട് പറഞ്ഞേ? ഇടിക്കണ നീ എൻ്റെ വണ്ടി കയറി ഇടിക്കാൻ? നീ എന്തായാലും ഇടിക്കാൻ. എൻ്റെ വണ്ടിയൊന്നുമല്ല, ഏതോ റോട്ടിൽ കിടന്ന വണ്ടി. എന്തായാലും ഞാൻ എടുത്തൊന്നും പറഞ്ഞ് എൻ്റെ വണ്ടിയൊന്നും ആവില്ലല്ലോ. അപ്പോൾ നമ്മൾ നേരെ വെൽക്കം ടു വുഡി പിസ്സ. എവറിത്തിങ് ഈസ് ഇമ്പോർട്ടൻറ്റ് ബൈ അവർ പിസ്സ ബെസ്റ്റ്. ഇനി ചോദിച്ചോ. അടുത്ത ടേക്ക് പിസ്സ. ഓവൻ ടേക്ക് ട്രാൻസ്പോർട്ട് പിസ്സ ഡെലിവറി പിസ്സ ബിഫോർ ദ റണ്ണിങ് ടൈം. അതിൻ്റെ പ്രൊണൗൺസിയേഷൻ എനിക്ക് ഓക്കെ, ഇതാണോ പിസ്സ? പൊക്കത്തെ ടൈമർ എടുത്തിട്ടുണ്ട്. 1 minute 52 seconds. എന്തായാലും നമുക്കിതൊക്കെ എടുത്തുകൊണ്ട് ഓടാം. ഇതെന്താ എടുക്കാൻ പറ്റണം? താട പിസ്സ. ഓക്കെ, താങ്ക്സ്. ബൈ. ഏതൊഴി ഈ വഴിയാ? മാറ ഓട്. ഇതിലാണോ കൊണ്ട്? ഇതിയൊന്നും പറ്റില്ലല്ലോ ഗൈസ്, പറക്കും. അതാ നമ്മുടെ പിസ്സ വണ്ടി കിടക്കുള്ള പിസ്സയ്ക്ക് അതുകൊണ്ട്
ഓക്കെ വണ്ടി ഇൻട്രാക്ട് സീന എടുക്കുന്ന സാധനം അവിടെ എവിടെയാണ് കൊണ്ട് ഡെലിവറി ചെയ്യേണ്ടത്? ഇവിടെ ഡെലിവറി ചെയ്യേണ്ടത് ആ പച്ച ഫ്ലാഗിലല്ലേ, ഞാൻ അത് ശ്രദ്ധിച്ചില്ല, സോറി. ഓക്കെ ഓക്കെ നമുക്കിപ്പോൾ നേരെ നല്ല സ്പീഡിൽ കൊണ്ട് കഴിഞ്ഞിട്ട് ഇതൊക്കെ ആക്കിയിട്ട് വരാം. പോസ്റ്റിൽ ഇടുന്നതിനിപ്പോൾ അല്ല, പോസ്റ്റിൽ ഇരിക്കേണ്ട ആവശ്യമില്ല, പോസ്റ്റൊക്കെ കമന്ന് വീണു. ഓക്കെ ഗൈസ്, നമുക്ക് ഹോസ്പിറ്റലിൽ ആർക്കടെ പിസ വേണ്ടേ? എന്തായാലും കുഴപ്പമില്ല, ഇവർക്കും അവസാന ആഗ്രഹമായിരിക്കും പിസ തന്നെയുണ്ട്. എല്ലാ ആൾക്കാരും എനിക്ക് അവസാന കാലത്തും പിസ തിന്ന് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറയുകയും ചിലപ്പോൾ നമ്മളൊന്നും കാര്യങ്ങളാണ്, നമ്മൾ പിസ ഡെലിവറി ചെയ്യാൻ വന്നതാണ്. 38 സെക്കൻഡ്സാ, അവിടെ കൂടി പോകണം, എന്താ സ്പീഡില്ലാത്ത, പക്ഷേ വെരി ബാഡ്. ഇത് ലിഫ്റ്റിൻ്റെ വെട്ടലിൽ കുത്താണ്ട് വരും, കുത്തി വെക്കാം. കുത്ര ലിഫ്റ്റ് വരുന്നു. ഇവിടെ കുത്ര തടയാത്ത. ഓക്കെ കുത്തി ആ ഡോറോടൊന്ന് ഓടിക്കോ. ഇങ്ങോട്ടാണോ പച്ച? പച്ചതാ അവിടെ ഞാൻ കണ്ട് പച്ച ലൈറ്റായിട്ട് കാണുന്നില്ല അവിടെ. ഓക്കെ തുറക്ക് $20 ഇയാൾക്കാണ് അതിനുണ്ട്. പക്ഷേ വായിന്നൊക്കെ പച്ച കളർ എന്തൊക്കെയോ വരണം. യൂട്യൂബ് നീഡ് ലിസ്റ്റ് കംപ്ലീറ്റ്ലി. ഓക്കെ പൂവ കണ്ണെണ്ണം കാണാനില്ല കേട്ടോ. ഇതെന്ത് ചെയ്യേണ്ടായിരുന്നു? ATM കൊണ്ടുണ്ടോ അല്ലേ? മോർ കെയർഫുള്ളി. ഇവരെന്തൊക്കെയോ പറയണ്ട. അവർക്ക് സംഭാവന ചെയ്താലോ വിടാനും ഇല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞൊന്ന് പേടിച്ചിട്ട് ഓടിയതിരിക്കും. എന്തായാലും കുഴപ്പമില്ല, വിട്ടുള്ള എല്ലായിടത്തും നമ്മൾ ചെക്ക് ചെയ്ത കാര്യമില്ല. അവിടെ എല്ലായിടത്തും ചെക്ക് ചെയ്തപ്പോൾ അവിടെ ആരും ഇല്ലായിരുന്ന കേസ്. അതുകൊണ്ട് പിന്നെ നമ്മൾ ഇറങ്ങി വന്ന് ATM ഇവിടെ ATMിലായിരിക്കും ഇടേണ്ട പൈസ. ATM ഇട്ട് $20 കൂടിയിട്ടാ. ഓക്കെ അത് വിഷയമില്ല. ഇതെന്താ ഹായ് ഇല്ല ഞാനില്ല കേട്ടോ, ഞാൻ പോയി എന്താണ് ഒരാള് പറഞ്ഞ് ഹായ് ചെയ്യാൻ നോക്കും. പക്ഷേ ചേച്ചി ഞാൻ അത്രക്കാരനല്ല, ഒരു പാവം യൂട്യൂബറാണ്. ഇവിടുത്തെ നമ്മുടെ ഇത് ഇവന്മാരൊക്കെ ഏതാടാ നിന്റെ അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. ചേട്ടനൊന്നും കേട്ടില്ല എന്ന് തോന്നുന്നു. ഓക്കെ എന്തായാലും നമുക്ക് അയ്യാണ് എന്താ ഇത് പോകുകയും പറ്റിക്കൊണ്ടിരിക്കണം. കുഴപ്പമില്ല. ഇതേതുകൊണ്ട് എന്തായാലും നമ്മൾ പിസടിക്കില്ലെങ്കിൽ നമുക്ക് ഇതെടുത്തോണ്ട് പോകാം. അടുത്ത ഓർഡറിന് വേണ്ടി ഒന്നും കൂടെ കത്തിരിക്കാം. നമുക്ക് $20 പകരം നമുക്ക് 20,000 രൂപ ഉണ്ടാക്കണം ഗൈസ്. എന്നിട്ട് നമുക്ക് അതുകൊണ്ടൊരു വീട് വാങ്ങണം. ഡിസ്കോ. ഓക്കെ ഇവിടെ കാർ ഷോപ്പ്. നാളെ എനിക്ക് ഇവിടെ നിന്നൊരു കാറ് വാങ്ങിയാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട്. ഓക്കെ ഗൈസ് കൊള്ളല, കിടുക്കൻ വണ്ടികളൊക്കെ ഉണ്ട് ഇവിടെ. ഓക്കെ എനിക്കൊരു ജീപ്പ് വാങ്ങണം ഗൈസ്. എനിക്കൊരു ആഗ്രഹമാണ് ജീപ്പൊക്കെ വാങ്ങണമെന്ന്. ഓക്കെ മോൺസ്റ്ററൊക്കെ ഗോൾഡാണ് എന്താ ഇത്? ഓക്കെ 200 രൂപയ്ക്ക് സ്കൂട്ടർ, 300 രൂപയ്ക്ക് 3 ടയറുള്ള കാറ്, 400 രൂപയ്ക്ക് 4 ടയറുള്ള കാറ്, 400 രൂപയ്ക്ക് ഈ കാറ് തന്നെ. വീണ്ടും ട്രാക്ടർ 450. അങ്ങനെ മൈ ഗാഡ് ഗൈസ്. മോൺസ്റ്ററൊക്കെ എവിടെ നിന്നാണ് ചേച്ചി? ഒന്നുമില്ല ചേച്ചി. മോൺസ്റ്ററൊക്കിന് എത്ര? കൊള്ളാം ചേച്ചി, അങ്ങനെ തന്നെ പറയണ്ട കേട്ടാ. നമ്മളെ ഒരു കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ വെള്ളപ്പൊക്കം വന്നപ്പോൾ. എല്ലാവരും ഊക്കലാണ് ഒരു ഗൈസ്. വ്യൂവേഴ്സിനെങ്കിലും എൻ്റെ അടുത്ത് വല്ലതും പറയുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക. അപ്പോൾ ഈ അടുത്ത പ്രാവശ്യം ഏത് കാർ വാങ്ങണമെങ്കിൽ നിങ്ങൾ എത്ര കമൻറ്റ് ചെയ്യാൻ. ഞാൻ അടുത്ത പ്രാവശ്യം ആ കാർ എടുക്കുന്നതായിരിക്കും. ഈ വുഡി ലാൻഡിൽ അല്ല വുഡി ലൈഫിൽ. അടുത്ത പ്രാവശ്യം നാളെ നമ്മൾ വുഡി ലൈഫാണ് കളിക്കാൻ വന്നത്. അപ്പോൾ നമ്മുടെ നാളത്തെ ഇല്ല 31-ാം തീയതി ആയിരിക്കും നമ്മുടെ ലാസ്റ്റ് വുഡി ലൈഫിൻ്റെ വീഡിയോ വരുന്നത്. അപ്പോൾ അമ്മ ഞാൻ 20 രൂപ സമ്പാദിച്ചു. ഇതമ്മ എടുത്തു പോയി പറയട്ടെ. അമ്മേ ഞാൻ 20 രൂപ സമ്പാദിച്ചു. ഡിൻ ഹാവ് പെറ്റ്. എനിക്ക് പെറ്റില്ലാത്തതുകൊണ്ട്
കീ കൂടിൻ്റെ അകത്ത് കയറാൻ പറ്റൂലേ. ഇവിടെ ചെന്ന് സമ്മാനപ്പെട്ടി അമ്മ വെച്ചതായിരിക്കും ഗിഫ്റ്റ്. ഇവിടെ 55 രൂപയാ ഇവിടെ സീൻ. അപ്പം ഇനിയും കുറേ കാണുമല്ലേ ഇവിടെ. ഇവിടെ സമ്മാനം ഉണ്ടോ വല്ലതും ഇല്ല. ഇവിടെ അമ്മ എന്നാൽ മറ്റേ ഗിറ്റാറുണ്ട്. അമ്മ രാത്രി റാപ്പറാവാൻ വേണ്ടി ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് ഡ്രസ്സൊക്കെ മാറാം. ഓ, പിസ്സ ഷർട്ട്, പിസ്സയുടെ ഇത്, പിന്നെ ഇത് സീൻ കൊള്ളാമല്ലോ, നല്ല കോസ്റ്റ്യൂമാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ ഈ വീഡിയോ ഇവിടെ ജോയിൻ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് ഞാൻ പറയുന്നില്ല. ഇനി നമുക്ക് കുറച്ചും കൂടെ പിസ്സ ഡെലിവറി ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഗൈസ് ഫൈനലി നമ്മളാണെങ്കിൽ ഹെലികോപ്റ്ററൊക്കെ വാങ്ങി പിസ്സ വിറ്റ് അങ്ങനെയൊന്നും ഞാൻ പറയുള്ളൂ. ഇത് പോലീസിൻ്റെ ഹെലികോപ്റ്ററാണ്, ഞാനൊന്ന് മോട്ടിച്ചതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഗിഫ്റ്റ് ബോക്സ് എടുക്കുന്നുണ്ട്. നമ്മൾ കുറേ ഗിഫ്റ്റ് ബോക്സ് കളക്ട് ചെയ്യാൻ വന്നതാണ് ഗൈസ്. എൻ്റെ അതിൽ നിന്നൊക്കെ എന്ത് കിട്ടി? 6 ഗിഫ്റ്റ് ബോക്സ് അങ്ങനെ ആയി. 400 രൂപയ്ക്ക് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. ഇതൊക്കെ എന്ത് ഈസി ഗൈസ്. അപ്പോൾ ഹോബി ഗൈസ് ഒന്നും ഇവിടെ ഇത്ര ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം എവരിവൺ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ഗൈസ്. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.